സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കൊണ്ട് 2 തരത്തിൽ കറി ഉണ്ടാക്കാം. ആദ്യം സ്റ്റൂ ഉണ്ടാക്കാം. ഇത് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴുകി പിഴിഞ്ഞെടുക്കാം. 2-3 തവണ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അതിന് ചെറിയ ചുവയുണ്ടാകും. ഇനി ഒരു കഷ്ണം കറുപ്പത്തോലും 2 ഗ്രാമ്പുവും 2 ഏലക്കായും എടുത്ത് മാറ്റിവെക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയുമാണ്. ഒരു സവാള കൂടി വേണം. ഇത് 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തത്. 3/4 കപ്പ് സ്റ്റൂവിനും ബാക്കി മസാലക്കറിക്ക് വേണ്ടിയാണ് എടുത്തത്. ഇവയെല്ലാം നമുക്ക് ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കാം. ഒരു മുറി തേങ്ങയുടെ പാലും വേണം. പകുതി തേങ്ങയുടെ പാല് പിഴിഞ്ഞ് എടുക്കണം. അഞ്ചെട്ട് വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടി വേണം. ഇനി ഈ പ്ലേറ്റിൽ മുറിച്ച് വെച്ചതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി കൂടി മുറിച്ചിടണം. ബാക്കി പകുതി മസാലക്കറി ഉണ്ടാക്കുന്ന കൂട്ടിലേക്ക് ഇടുവാൻ വേണ്ടിയാണ്. സോയ ചങ്ക്സ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് സോയ ചങ്ക്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇത് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ സൂപ്പറാണ്. ഇനി ഇവയെല്ലാം കുക്കറിലിട്ട് 2 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുറന്നു നോക്കി തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇനി 1ാം പാലും ഒഴിച്ച് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കാം.
ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് കടുക് പൊട്ടിച്ച് വറുത്തിടാം. ഇനി രണ്ടാമത്തെ കറി ഉണ്ടാക്കാം. സ്റ്റൂവിന് എടുത്തതിൻ്റെ ബാക്കി സോയ ചങ്ക്സ് ആണ് ഇത്. 1/4 കപ്പ് വരും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ക്ലീൻ ആക്കണം. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. തേങ്ങയിൽ പകുതി സവാളയും 1/2 ടീസ്പൂൺ കുരുമുളകും 2 ഗ്രാമ്പുവും 1 ഏലക്കായയും 1 കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരു നുള്ള് പെരിഞ്ജീരകം കൂടി ഇടണം. ഇത് നല്ലതുപോലെ ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ചൂടായാൽ ഓഫാക്കാം. കുറേ നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി തേങ്ങ നല്ലതുപോലെ അരച്ച് സോയാ ചങ്ക്സിലൊഴിച്ച് 2 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പാചകം ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി ഒരു വിഷമവുമില്ലാതെ ഉണ്ടാക്കാം.
ഇത് എല്ലാ കൂട്ടുകളും ഇട്ട് 2 ആവി വരുന്നത് വരെ വേവിച്ചാൽ കറി റെഡിയായി. ഇനി കടുക് പൊട്ടിച്ച് ഇതിലേക്ക് വറുത്തിടാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.